ഇസ്ലാമിലെ സ്ത്രീകൾ അവരെ തലമറയ്ക്കുന്നതിലൂടെ, ഹിജാബ് ധരിക്കുന്നതിലൂടെ, നിഖാബ് ധരിക്കുന്നതിലൂടെ അവരെന്തൊക്കെയോ സ്വാതന്ത്ര്യമില്ലായ്മകൾ അനുഭവിക്കുന്നുണ്ട്. അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, ശുദ്ധവായു ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ജീവിതത്തിന്റെ സന്തോഷം അനുഭവിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പഠിക്കേണ്ട ചരിത്രങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയക്കാരിയായ കാതറിൻ ബുള്ളോക്ക് എന്ന സ്ത്രീയുടെ ചരിത്രം. ഓസ്ട്രേലിയക്കാരിയാണ്, കാനഡയിലെ ടൊറന്റോ സർവകലാശാലയിലെ പ്രൊഫസർ. അവര് പഠിക്കാനെടുത്ത വിഷയം പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ്. കാതറിൻ ബുള്ളോക്ക് ലോകത്തിന് സമ്മാനിച്ച മനോഹരമായ ഒരു പുസ്തകമുണ്ട്. അവര് പഠിക്കാനെടുത്ത വിഷയം മുസ്ലിം സ്ത്രീകൾ ഈ ധരിക്കുന്ന വസ്ത്രം. പല രാജ്യങ്ങളിലും അവർ തലമറച്ച്, മുഖം മറച്ച്, അവരുടെ ഹിജാബുകളുടെ ഉള്ളിൽ അവരെങ്ങനെ ജീവിക്കുന്നു, അവരുടെ വീർപ്പുമുട്ടലുകൾ, അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മ, അവരുടെ സന്തോഷമില്ലായ്മ, ഇതൊക്കെ കണ്ടെത്താൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് പുറപ്പെട്ട് കാനഡ വരെ നീണ്ടു നടക്കുന്ന അക്കാഡമിക് ജീവിതത്തിന്റെ ഇടയിൽ പല രാജ്യങ്ങൾ സന്ദർശിച്ച് അന്വേഷിച്ച് അവസാനം ആ കാതറിൻ ബുള്ളോക്ക് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരി ടൊറന്റോ സർവകലാശാലയിലെ പ്രൊഫസർ എത്തിച്ചേർന്നത് എവിടെയാണെന്നറിയുമോ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ വസ്ത്രധാരണത്തിൽ ഒരു അപകടവും കാണുന്നില്ല, ഇതിന്റെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യക്കേടും വരാനില്ല, ഒരു സന്തോഷക്കുറവും ഞാൻ അനുഭവിക്കുന്നില്ല. ആധുനിക വിഷയങ്ങൾ അഡ്രസ് ചെയ്തുകൊണ്ട് അവരെഴുതിയ മനോഹരമായ ഒരു പുസ്തകം മലയാളത്തിലും വാങ്ങാൻ കിട്ടും. മുസ്ലിം സ്ത്രീയും മുഖപടവും എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഹിജാബിന്റെ വ്യത്യസ്തങ്ങളായ വെർഷനുകളെ, വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുടെ അനുഭവങ്ങളെ, അവരുടെ ജീവിതത്തിന്റെ സന്തോഷങ്ങളെ അവർ ചേർത്ത് വെക്കാണ്. ഹിജാബ് പഠിച്ചിട്ട് മാത്രം ഇസ്ലാമിലേക്ക് വന്ന സ്ത്രീയാണ് കാതറിൻ ബുള്ളോക്ക് എന്ന ഓസ്ട്രേലിയക്കാരി. കൂടുതൽ വായിക്കാനും ചെറുപ്പക്കാരൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമാണ്. ഇന്ന് നമ്മൾ ഈ പറയുന്ന എല്ലാ വാദങ്ങളും ഉണ്ടല്ലോ, ആ വാദങ്ങളൊക്കെയും കൃത്യമായി പഠിച്ചതിന്റെയൊക്കെ പിന്നിലുള്ള ശരിയായ അജണ്ടകളെയും ഉത്തരങ്ങളെയും അവർ ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്.